വിശക്കുമ്പോൾ പുസ്തകം തിന്നുന്ന ശീലം ഭാര്യകളുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാത്രം ഞാനൊന്ന് ബുക്ക് സ്റ്റോൾ വരെ കൊണ്ടുപോയിട്ട് വരാറുണ്ട്. അങ്ങനെ ഇത്തവണത്തെ ബുക്ക് സ്റ്റോൾ വിസിറ്റിൻ്റെ സമയത്താണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഈ പുസ്തകം എൻ്റെ കണ്ണിലുടക്കുന്നത്. അങ്ങനെ പുസ്തകം കയ്യിലെടുത്തു, ആമുഖത്ത് ഇതാ ഇങ്ങനെ വായിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം പേര് പറയുന്ന എത്ര പേരുണ്ടാകും? ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവരുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എന്തിനൊക്കെ പറയുന്നു പരിചയക്കാരുടെ വരെ പേര് പറഞ്ഞവരുണ്ട്. പക്ഷെ ആരും സ്വന്തം പേര് പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് നിങ്ങൾ സ്വന്തം പേര് പറയാത്തത്? അപ്പം എല്ലാവരും അതിന് തന്ന ആൻസർ സെയിം ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്വന്തം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽഫിഷ്നെസ് ആയി പോകത്തില്ലേന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏതൊക്കെ അങ്ങനത്തെ കൂടി ട്രെയിനിങ് ഒക്കെയാണ് കിട്ടിയേക്കുന്നതെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അല്ലാതെ കുറച്ചൊക്കെ സ്വയം സ്നേഹിക്കാനോ സ്വയം വിശ്വസിക്കാനോ അങ്ങനത്തെ കൂടി പരിശീലനമൊന്നും നമുക്കാരും തന്നിട്ടില്ല. ഇത് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകമാണ്. ഇത് അതിഥിയുടെ കഥയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളൊക്കെ ഉണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫ് നിങ്ങളെ ഓൾറെഡി ഈ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പുസ്തകം ഒരു സെൽഫ് റിമൈൻഡറാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അത്ര സെൽഫിഷ്നെസ് ഒന്നും അല്ലെന്ന്.